Hi, hello, welcome back to my YouTube channel. നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. മുടിയൊക്കെ പാറി ഒരു ഇതായിരുന്നു. ഞാൻ അവിടെ ക്ലിപ്പൊക്കെ ഒത്തിരി സെറ്റാക്കി വെച്ച തൽക്കാലത്തേക്ക്. നമ്മുടെ മുന്നിൽ ഒരു വലിയൊരു മല വരുന്നുണ്ട്. അതിനപ്പുറത്താണ് നമ്മൾ പോകുന്ന ഒരു ലൊക്കേഷൻ വരുന്നത്. പിന്നെന്താണ് ക്ലൈമാറ്റ് എന്ന് പറഞ്ഞാല് വെയിലൊന്നുമില്ല, തണുപ്പ് ലൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്താ ഒരു മൂടി കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ രണ്ട് സൈഡിലും കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് കിടക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. വരുമ്പോ തോട്, പുഴകൾ, വരമ്പുകൾ, മരങ്ങൾ. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. ചിലപ്പോ ഈ റോഡിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാനും എന്റെ ഡ്രൈവർ സദാജി. ബാക്കി സദാജി പറയും. നമ്മളിപ്പോ എവിടെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഇവിടെ അമരാവതി ഡാം വന്നിട്ടുള്ളൂ. ഇവിടെ വന്ന് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം വന്നിട്ട് ഇവിടുത്തെ മുതലപ്പണ്ണ കുറെ മുതലുകൾ ചെറുതിൽ നിന്ന് മുതല പാർക്ക് അവിടെയാണ് ഇപ്പൊ ഇരിക്കുക. സോ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു വലിയ പാർക്കാണ്, മുതലൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പോകണം. നമുക്ക് കേറിയിട്ടുള്ളൂ. നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, കാണിച്ചരാ. ഇവിടെ കേറുമ്പോ ഇവിടുത്തെ ഫസ്റ്റത്തെ മുതല. ഇതാണ് ഫസ്റ്റത്തെ മുതല. ഞാനും മുതലക്ക് മാച്ച് ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടാ വന്നെ. എനിക്കറിയായിരുന്നു. ബോർഡ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമരാവതി കോപ്പിക്കൽ ഫാമേഴ്സ് മുതല കൂട്ടങ്ങൾ കാണിച്ചുതരാം. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഉണ്ടായ മുതലകൾ ഇപ്പൊ ഉണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ ഇതിവിടെ മുതലകൾ മാത്രമേ ഉള്ളൂ ശരിക്കും, വേറൊന്നുമില്ല. കാക്ക ഉണ്ട്. ഒരാള് വായുമ്പോൾ ചിക്കൻ കാണിച്ചാ. അവിടെ നിന്ന് അപ്പൊ അങ്ങിരുന്ന് നടന്നു വന്ന്
அவன் கூப்பிட்டனால அங்கிருந்து நடந்து வந்து இப்போ என்னை பார்த்துட்டு இருக்கு. கமான் கைஸ். வாங்க, இங்க நிறைய முதல்ல இருக்கு காட்டுறேன். இங்க பாருங்க சின்ன முதலைகள். அங்க ஒண்ணு தண்ணிக்குள்ள അവിടെ ഉള്ള പോലെ തന്നെയാണ് ഗൈസ് ഇവിടെയും. പക്ഷെ ഇതിൽ ചെറിയ എവിടെയാ ചെറിയ കിങ്ങൾ ഇവിടെ കുറെ കിടക്കണം. അവിടെ ചെറിയ അവിടെ വായ്പൊന്ന് ഇവര് കുറച്ചു നേരം ഈ നടക്കുള്ളൂ, കൂടുതലും കിടക്കും. ഇത് കണ്ടോ ഇവിടെ ഹായ് വെട്ടിയിട്ട വാഴ മാതിരി കിടന്നു. ഇപ്പൊ ഒരു മുതല പുറത്തേക്ക് ചാടി വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടാൻ ഇവിടെ ഒന്നും സ്ഥിതിയില്ല. പറയണേ എന്ത് ചെയ്യും? ഓടാനാണ്. ഇങ്ങോട്ട് അവിടെയാണ് ഉള്ളത്, ബാക്കിൽ ഇത് ക്ലോസ്ഡ് ആണ്. അത് ചാടി കയറാൻ പറ്റൂലേ? അത് കയറാൻ പറ്റില്ലെങ്കിൽ നമ്മള് ഇതില് മതിലിൽ കൂടി കയറി പോകാൻ പറ്റില്ല. ഏതിലെ? ഇതില് മുതലെന്താ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇവിടെയാണ് ഉള്ളത്. ഇവിടെ താഴെല്ലാം ഇരിക്കാ, നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ എന്താക്കോ അതില് കൂടി നടന്നു പോകാൻ പറ്റടാ. അപ്പൊ അത് നമ്മുടെ അടുത്തേക്ക് ചാടിയല്ലോ. അതെന്താ സ്പൈഡർമാനാ ചാടാൻ? ചോദ്യം ചോദിക്കുമ്പോ ശ്രദ്ധിക്കുക, അത് ആരോട് ചോദിക്കണോ? ഇല്ല ശ്രദ്ധിക്കാറല്ല ചോദ്യം. ഞാൻ അപ്പുറത്തെ മതുണ്ടല്ലോ ഗേറ്റ്, അത് പിടിച്ച് ചാടി കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകും. അത്രയും ചെയ്താൽ മതിയില്ലേ? സദാജി മതിൽ കൂടി കയറി നടന്ന് വരുമ്പോഴത്തേക്ക് സദാജിനെ മുതല സൂപ്പാക്കി ഉണ്ടാവും. വലിയ മുതല അവിടത്തെ വലിയ കിണറുകളുണ്ട്. ഉണ്ടോ? അവിടെ ഈ സൈഡ് വലിയൊരു കിണറുണ്ടാക്കി വെച്ചിട്ടുണ്ടായി, നോക്കാം. അവര് വരില്ല, അവര് 2 അടി നടന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ കിടക്കും, പിന്നെ 2 അടി നടക്കും, കുറച്ച് കിടക്കും, അങ്ങനെയാണല്ലോ. അവരധികം നടക്കുന്നൊന്നുമില്ല. സദാജി വരുമ്പോഴേ കുറച്ച് ചളി വാരിയിട്ടാണ് വന്നതെന്ന് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ വെതറുണ്ട് ചളി. അവർക്ക് വയസ്സായി ഗൈസ്, അതുകൊണ്ടാ കുറച്ച് നടക്കും പിന്നെ കിടക്കും. പാവല്ലേ, കാല് വേദന മുട്ടി വേദനൊക്കെ ഉണ്ട്. கும்கியான ரோடு ரோலர் சிக்கிருச்சு கைஸ். அது அப்படியே கொண்டு வந்து இங்கே வச்சுருக்காங்க. அதனாலதான் டோன்ட் டச்னு சொல்லி போர்டு வச்சுருக்காங்க. ഇത് எப்படி விளையாடுறது? ചെറിയ കുട്ടികളാണത്. நானும் ചെറിയ കുട്ടിയാണ്. പൊട്ടി പോലെ ഇവിടെ ആരെങ്കിലും വരും, ഇവിടെ പ്രായമുള്ള ഒരാളെ അത് കളിക്കുന്ന. இப்படி இருக்க கூடாது, இப்படிச்சே உட்காரும். அது கரெக்டா இருக்கு. ഊഞ്ഞാലിടാൻ പോവാണ് ഗൈസ്. ഊഞ്ഞാൽ അവിടെ പാരില്ല, നേരത്തെ ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ എണീക്കൂല, ഞാൻ ഇന്ന് ഇവിടുന്ന് എണീക്കുന്ന പ്രശ്നമില്ല. പൊട്ടുന്നവരെ എണീക്കില്ല പറഞ്ഞിട്ട് അമ്മി പൊട്ടി വീണവരെ എണീക്കില്ല. ആഹാ, ഇന്ന ഒരു അരുമയാണ് ആട്ടം. ക്ലൈമാറ്റ് എന്ന് വെച്ചാല് വെയിലൊന്നുമില്ല, തണുപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, അധികം ആൾക്കാരൊന്നുമില്ല ഇവിടെ. പിന്നെ ഊഞ്ഞാലാട്ടുന്നത് സദാജിയാണ്, എനിക്ക് നോ റിസ്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്? ഡാമിലോട്ട് പോവാണ്. ഇതിന് മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എത്ര വർഷങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വ്ളോഗൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഷോർട്സ് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വ്ളോഗർ അല്ലായിരുന്നു, പെട്ടെന്ന് സുപ്രഭാതത്തിൽ വ്ളോഗർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ശരിക്കും ഇവിടെ ഏച്ചിയും തക്കുടൊക്കെ ഉണ്ടാവണേ അല്ലേ? തക്കുടുവിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ.
വിളിച്ചു പോയാ ഒക്കെ തക്കുടൂനൊക്കെ ഫ്രീ ആയിട്ട് ഓടി കളിക്കാം. അത്ര ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ യൂഞ്ഞാലിന്ന് ഇറങ്ങാണ്. ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആടണം, എന്നാൽ മാത്രമേ അത് സ്റ്റോപ്പ് ആവുള്ളൂ. ബ്രേക്ക് പിടിച്ചിട്ട് സദാജി. ബ്രേക്ക് കാലെടുത്ത് വെള്ളം നിൽക്കും. അത് നിർത്തി തരാം. ഞാൻ ഇങ്ങനെ പിടിച്ചാൽ മതി, നിന്നോളൂ. ഇറങ്ങിക്കോളി ഇറങ്ങിക്കോളി. സ്ഥലത്തി സ്ഥലമെത്തി. അമ്മേ കടവന കാണിച്ചുതരാം. അതാ ഇവിടെ എഴുതിയതുണ്ടോ, ഡോണ്ട് ടച്ച് ബട്ട് ഐ ടച്ച്. ഇത്രേ ഉള്ളു ഇവിടെ. ആക്ച്വലി അത് മുതലവിടെ ഒളിച്ചിരിക്കുന്നു. പോയാലും ഒളിച്ചിരിക്കുന്നു. ഉടുമ്പ്. അമ്മോ, ശരിക്കും ഞാനും ഉടുമ്പുള്ളൊരു ഹിസ്റ്ററി ഉണ്ട് അവിടെ. അല്ല കൊറേ കാലായി കാണുന്ന ഇതിനെ മേലെ ചോട്ടിലാ നിൽക്കുന്നത്. എവിടെയാണ് ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. ഈ ഉടുമ്പ് പിടിച്ച് തിന്നാനായിരുന്നു ഒരു സമയം, പക്ഷെ മിസ്സായിപ്പോയി. ആര്യങ്ങളല്ലേ. സമയം ഇപ്പോൾ 4:30 ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ വഴി പാർക്കിൽ നിന്ന് പോവാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. സദാജി മുന്നിൽ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ വ്ളോഗ് എടുത്ത് മെല്ലെ. യെസ്, അപ്പം അയ്യോ ഭയങ്കര ടയേർഡായി. നമ്മൾ എൻട്രൻസിൻ്റെ കൂടെ തന്നെയല്ലേ? യെസ്, അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ്. ഇവിടെ വിശന്നിട്ട് വയ്യടോ. അങ്ങോട്ട് അവിടെയൊക്കെ പോയ ഷാപ്പ് ഉണ്ടാവും. ഒത്തിരി ദാഹം. ഇനി ഇവിടുന്ന് എത്ര മിനിറ്റ് ഉണ്ട്? അടുത്ത ഡാമാണ്. ഇത് കുറച്ച് ദൂരമുള്ളൂ ഡാമിലോട്ട്. ലിഫ്റ്റ് തരോ? ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. എന്താടോ മുന്നു കൂടെ ഒരു മയില് പോയി. അക്കൗണ്ട് ഗൈസ്, അത് ഞാൻ ഓൾറെഡി ഞാൻ ഈ പൂവാണ് നിങ്ങൾക്ക് വേണ്ടി ഇട്ടത്. ഇതാ ഒരുപാട് എന്താ പറയാ, കാലത്ത് ആഗ്രഹം മയിലിനെ അടുത്ത് കാണാം. കുഞ്ഞുകൂട്ടി മയില് പോയി. സദാജി എത്തിയില്ല. മയില് പോലെ ഉണ്ടായിട്ടില്ല, പക്ഷെ കാക്കനെ പോലെ ഉണ്ടായി. പക്ഷെ എന്റെ ആഗ്രഹം മയിലിനെ കാണുന്നത് മാത്രല്ല, മയിലുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അതിന്റെ ഇതുണ്ടല്ലോ, തൂവല് രോമെന്നൊക്കെ തൂവലൊക്കെ ഇങ്ങനെ നേരെ എടുക്കണം. അതിന്റെ ഒരു ആഗ്രഹമാണ്. അതെനിക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഉണ്ടാവില്ല. യെസ്, നമ്മളിപ്പോ ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ലഞ്ച് അവിടെ ഇതുണ്ടോ ബിങ്കോ. നിങ്ങൾക്ക് എന്താണ്ടേ? നിങ്ങൾ വിശക്കുന്നൊന്നുമില്ല? നല്ല വിശപ്പുണ്ട്. രാവിലെ ആണെങ്കിൽ എന്താ കഴിച്ചത്? മീൻ പൊരിച്ച് തന്നാ പോവാ. ഇവിടെ പിന്നെ അങ്ങനെ ഹോട്ടലിൽ ഫുഡും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മീൻ മസാല ഇട്ട് വെച്ചില്ല. ഇവിടെ പൊടിപടലങ്ങളൊക്കെ കയ്യിലുണ്ടാവല്ലോ. ഒരു ടൈം പാസ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ? അവിടേക്കാണ് പോണം. നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോകാം. ക്യാമറ പിടിച്ചോ? സാജി ക്യാമറ പിടിക്കൂല. ചേച്ചിന്റെ ബാക്കി എല്ലാം ഞാൻ പിടിക്കാം. എന്താ
കുറേ നടക്കൂടി. വരുന്നുണ്ട് ആകെപ്പാടുള്ള നമ്മളടുത്ത് പിടുങ്ങാൻ വേണ്ടി വരുന്നതാ ഇതെല്ലാം മോൻ, അല്ലെങ്കിൽ വിശന്നിട്ടാണ് നടക്കുന്നത്. ഒന്നുമില്ല എന്റെ മോൻ ഇതാക്കൂട്ടോ പേഴ്സണ്. അങ്ങനെ ഒരു മാങ്ങ കൊടുത്തേക്ക് പാവല്ലേ. സോറി. ഉണക്കല്ല പോടോ. അയ്യോ എല്ലാരും കൂടി വരുന്നുണ്ട്. ഞാനുള്ളതൊക്കെ ഇവിടെ പൊയിഞ്ഞ് വെച്ചതാ. സംഭവം എന്താ അവിടെ അറ്റാക്കായി. എല്ലാ കുരങ്ങന്മാരും ഫുള്ളും ചുറ്റിലും അറ്റാക്ക് ചെയ്യാൻ വന്നു. അതെ കൊണ്ട് രക്ഷപ്പെടുത്തിയ രക്ഷമാണോ? ഇനിയില്ലല്ലോ കുരങ്ങന്മാര്. അവിടെ ബോംബോ ഉണ്ടാവും. ബോംബല്ലേ അല്ലേ? ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. തിന്നാളൊക്കെ പുറത്തിട്ടെ. എത്ര കുരങ്ങൾ? 10 ഉണ്ടാവൂലേ? 10 കുരങ്ങന്മാരെല്ലാം കൂടെ ചുറ്റും കൂടി അറ്റാക്ക് ചെയ്യാ. ഇപ്പൊ സ്റ്റെപ്പ് കയറാണ്. അല്ല ഇത്രയും സ്റ്റെപ്പ് കയറാണ്ട്. ഇനി ഇത്രയും സ്റ്റെപ്പ് കയറാണ്ട്. എന്തോടെ ബാക്കില് മഞ്ഞിറങ്ങിയല്ലേ അവിടെ? ഡാമിന്റെ മേലെ വന്നിട്ട് ആ സ്റ്റെപ്പ് കയറിയിട്ട് കഥയ്ക്ക. എന്തിനാ ആർക്കണത്? എനിക്ക് മേടിച്ചിട്ട് പിന്നെ വന്നിട്ട് സാധനം എടുക്കുന്നതന്നല്ല, പക്ഷെ ഇത് നഗൊക്കെ എടുത്തിട്ട് കയറിയാലെങ്ങനെ ഉണ്ടാവും? പോയിസൺ ആവല്ലേ? ടീറ്റി അടിക്കേണ്ടി വരും. എനിക്കാവല്ലേ ടീറ്റി അടിക്കാൻ. നമ്മൾ ബോട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഇപ്പം അവിടെ ഫുള്ളായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലാണ് നമ്മൾ പോകുന്നത്. ബോട്ടിൽ കയറാൻ ബോട്ടിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു ഒരാൾക്ക് 50 സോ നമ്മൾ കയറാൻ പോകുന്ന സമയം അവർ 2 പേര് ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ട്രിപ്പ് നമ്മളിപ്പോൾ പോകാനേ. ഞാൻ അവിടെ കഴിച്ചിട്ടിരിക്കാണ്. പിന്നെന്ന് മാത്രമാണ് അതിൻ്റെ അടുത്ത് കിട്ടിയിട്ടിരിക്കുന്നു. അതാണ് അല്ലേ? അയ്യോ അങ്ങനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ഒന്ന് പറക്കാൻ ഇന്നെന്ത് ഉപദ്രവിക്കുകയും ചെയ്യും, ഇതൊക്കെ എടുത്തുകൊണ്ടുപോകും ചെയ്യും. എനിക്കിത് നടക്കുന്ന കണ്ടിട്ട് ഞാനും ചേച്ചിയും ബേപ്പൂര് പോയിട്ടുണ്ടായിരുന്നു. 2 സൈഡും കടലായിരുന്നു. ഇതുപോലെ കടലില്ലാന്ന് മാത്രമേ ഉള്ളൂ. നല്ല റോഡ്, അതറ്റം വരെ പോണം. ആ മാതിരി തോന്നി എനിക്ക്. என்ன எழுதிட்டுள்ள அறியோ? ஒரு முறை மட்டும் பயன்படுத்தி தூக்கி எறியும் பிளாஸ்டிக் பொருட்களின் பயன்பாட்டினை தவிர்த்து பிளாஸ்டிக் மாசில்லாத தமிழ்நாடு உருவாக பாடுபடுவோம். சரியா? ബോട്ട് പോയിട്ടുണ്ട്. റിട്ടേൺ വരുമ്പോൾ നമ്മൾ ബോട്ടിൽ കയറുന്നതായിരിക്കും. സെക്കൻഡ് ടൈം ആണ് ബോട്ടിൽ പോകാൻ പോകുന്നത്. ഞാനിപ്പോ പോയി ചെറുപ്പത്തില് പോയതാ ഈ ബോട്ടില്, കടലില് വലിയ ബോട്ടിൽ. എവിടെ? രാമേശ്വരത്ത് ഫാമിലിയോട് പോയത്. ഒരു ഫാമിലി ഉണ്ട് അവിടെ. അവരും നമ്മളുമായിരിക്കും പോകുന്നുണ്ടാവാം. 10 പേരായിട്ട്. ഒരാൾക്ക് 50 രൂപയാണ്.
പേടിക്കരുത്. ബോട്ട് സവാരി പോയി കഴിഞ്ഞ് പോവാണ്. ഇതിനടാ കാർഡ്ബോർഡ് ഷീറ്റ് ടൈൽസ് ഒട്ടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല വരുമ്പോഴേ കുറെ ചളി വാരിട്ട് കുറച്ച് ഇങ്ങനെ അറിയേ തള്ളരുത്. ശരിക്കും കേസ് ഞാന് ബോട്ടിൽ പോകുമ്പോല്ലേ തക്കുടൂനെ എനിക്ക് നല്ല മിസ് ചെയ്യാം. ഓളുണ്ടെങ്കിൽ ഒക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ഓളൊക്കെണെങ്കിൽ വെള്ളത്തിലേക്ക് കൈയിട്ട് വയ്ക്കേനി. ഇത് വെച്ചിട്ടോ ഇതുവഴി ഞാൻ കുരങ്ങന്മാരെടുത്തോണ്ടോ ബസ്. ആ പാട്ട കുരങ്ങന്മാരൊക്കെ ഉറങ്ങാൻ പോയി തോന്നുന്നുണ്ട്. ഓ ഇല്ലല്ലേ ഒന്നിനും കാണില്ലല്ലേ ബൈക്ക് അവിടെ. കുരങ്ങന്മാരൊന്നും ഇതിലേക്ക് എവിടുന്നാ ചാടി വരാന്നറിയില്ല. ടൈം പാസ് എത്തിയിട്ടുണ്ട്. ഒന്നാമത് പെട്ടെന്ന് ഞാൻ ഇന്നലെ മുതൽ ഡയറ്റ് എടുത്തേ. അപ്പൊ അതിന്റെ അഗാധം എനിക്കിപ്പോഴും ഉണ്ട്. ഒരു 3 days ആകും എന്തായാലും റെഡി ആവാൻ. ഇന്ന് രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ അതിനോട് ഞാൻ പെട്ടെന്ന് ട്രിപ്പൊക്കെ പറഞ്ഞോണ്ട് രാവിലെ ഉച്ചക്ക് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങോട്ട് പോകുന്നു. എനിക്ക് വേണ്ട മാങ്ങ. ഇതൊക്കെ പിടിച്ചിട്ടാ സൺഡേ വരികയാണ്. നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് എന്താണ് മാർക്കറ്റിൽ പോവാണ്ട്. ആസ് യൂഷ്വൽ എല്ലാ സൺഡേസിലും മാർക്കറ്റിൽ പോകണം. വൈറ്റ് അതാ പറഞ്ഞത്. കൊടുത്താ ഹോയ്. നമ്മളിപ്പോ അങ്ങനെ ഡാമെന്നൊക്കെ വിട്ട് നേരെ വീട്ടിലോട്ട് പോകാനുണ്ട്. ഇവിടുന്ന് തന്നെ 1 hour ഉണ്ട്. ടൈം 5:30 ആയിട്ടുണ്ട്. ഞാൻ മയിലിനെ കണ്ടു. മയിലിനെ അവിടെ 4 എണ്ണം ഉണ്ട്. ഇപ്പൊ പോട്ടെ. ഒരു മയിൽപ്പീല് കിട്ടിയില്ല. സരാജിക്ക് മയില് എന്നൊക്കെ പറയുമ്പോ കാക്കേനെ പോലെ ഉണ്ട്. വണ്ടി ഓടിക്കണം, ക്യാമറ പിടിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ്. ഇരുടായിട്ട് വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, കാട്ടുപന്നികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് റോട്ടിലോട്ട് അല്ലേ. അങ്ങനെ ഓരോ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. നല്ല വലിയ ഫോറസ്റ്റ് ബാക്കിൽ നോക്കി അറിയാം. ഇതിന്റെ ഉള്ളില് യാനകള്, കാട്ടുപന്നികള്, കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട്. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എന്താണ്, അപ്പം ഈ വീഡിയോ ഇനി നമ്മൾ എവിടേക്കാ പോണത് അങ്ങോട്ട് പറഞ്ഞത്. നമ്മളിനി മാർക്കറ്റിൽ പോവാണ്. ഇനി മാർക്കറ്റിൽ പോകണം. അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇനി നമ്മൾ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും.